ആധുനിക ചികിത്സാ സൗകര്യങ്ങളുടെയും വിദഗ്ധ ഡോക്ടർമാരുടെയും സേവനമിനി നിങ്ങളുടെ അടുത്തും. വിശ്വസ്തതയുടെ പര്യായമായ ചേലക്കര ജീവോദയ മിഷൻ ആശുപത്രിയിൽ 7ലധികം ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നു. കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫാർമസി, ലാബ്, എക്സ്റേ, അത്യാഹിത വിഭാഗം എന്നിവയുമുണ്ട്. അത്യാധുനിക അൾട്രാസൗണ്ട്, 2D എക്കോ, ഓഡിയോമെട്രി, ECG, EMG, സ്ലിപ്പ് ലാബ്, സ്പൈറോമെട്രി, PFT, TMT തുടങ്ങിയ പരിശോധനാ സൗകര്യങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഡയാലിസിസ് സേവനവും ഒരുക്കിയിരിക്കുന്നു. അത്യാധുനിക ആംബുലൻസ്, ICU ആംബുലൻസ് സേവനവും ലഭ്യമാണ്. വള്ളത്തോൾ നഗറിലും പരിസര പ്രദേശങ്ങളിലും സാന്ത്വന പരിചരണ രംഗത്ത് പുത്തൻ പ്രതീക്ഷയേകി സ്പേസ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സൗജന്യ പ്രവർത്തനങ്ങൾക്ക് ചെറുതുരുത്തിയിൽ തുടക്കമായി. ജനങ്ങളുടെ നീണ്ടകാലത്തെ സ്വപ്നം യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് ചെറുതുരുത്തി കേന്ദ്രീകരിച്ച് സ്പേസ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെയും സമീപ പ്രദേശങ്ങളിലെയും പാലിയേറ്റീവ് രോഗികൾക്ക് ആവശ്യമായ ചികിത്സാ സഹായങ്ങൾ വീട്ടിലെത്തിച്ചു നൽകുക എന്നതാണ് ട്രസ്റ്റിന്റെ പ്രധാന ലക്ഷ്യം. കൂടാതെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ രംഗങ്ങളിലും ട്രസ്റ്റ് സജീവമായി ഇടപെടും. വെള്ളിയാഴ്ച വൈകിട്ട് ചെറുതുരുത്തി ഹാപ്പിനെസ് പാർക്കിൽ നടന്ന ചടങ്ങിൽ യുവാർ പ്രദീപ് MLA പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കുടുംബത്തിന് വന്ന പോലായി അതിനകത്ത് ഇടപെടുമ്പോഴാണ് ആ കുടുംബത്തിന്റെ ദൈവമായി മാറുന്നത്. തീർച്ചയായിട്ടും ആ അർത്ഥത്തിൽ നമുക്ക് ഇടപെടാൻ കഴിയണം. എന്നാൽ ഇതുപോലെ ഇടപെടാൻ പോകുമ്പോൾ നാം മുൻകൂട്ടി മനസ്സിലാക്കി പോകേണ്ടത്, നമ്മുടെ കേരളത്തിൽ ധാരാളം ഇത്തരം ട്രസ്റ്റുകളുണ്ട്. നല്ല ട്രസ്റ്റുകളുണ്ട്, എന്നാൽ പണം സമ്പാദിക്കുന്ന ചില ട്രസ്റ്റുകളുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നിയമസഭയ്ക്കകത്ത് ഒരു ചോദ്യം വെച്ചപ്പോ 2000 ചില്ലാനം ട്രസ്റ്റുകളാണ് ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അല്ലാത്തതും ധാരാളമുണ്ട്. സജീവമായി പ്രവർത്തിക്കുന്നവരുണ്ട്. എന്നാൽ അതിനകത്ത് പലരും പിടിക്കപ്പെട്ടവരുമുണ്ട്, പരാതിയുമായി ബന്ധപ്പെട്ട്. നമ്മുടെ ചേലക്കര മണ്ഡലത്തിൽ തന്നെ ധാരാളം ട്രസ്റ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ ചില ട്രസ്റ്റുകൾ MLA ഓഫീസിൽ പരാതിയായി വന്നിട്ടുണ്ടായിരുന്നു. ചില ആളുകൾ കൊല്ലൂരിൽ നിന്നും മണ്ണുത്തിയിൽ നിന്നുമെല്ലാം പരാതി പോസ്റ്റലായി അയക്കാനും, ഇങ്ങനെ അയച്ച് ഞങ്ങളെ രക്ഷിതാക്കൾ നിങ്ങളുടെ മണ്ഡലത്തിലുണ്ട്, ഇന്ന സ്ഥാപനത്തിലുണ്ട്, ഞങ്ങളുടെ രക്ഷിതാക്കളെ അവർ പരിചരിക്കുന്ന രീതി കണ്ടാൽ ഞങ്ങൾക്ക് സങ്കടം വരും, കൊണ്ടുവന്ന് വീട്ടിൽ താമസിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്, അതുകൊണ്ട് അവിടെ ഒന്ന് ഇടപെടണം എന്ന് പറഞ്ഞവരുണ്ട്. ചെന്ന് പോയി കാണുമ്പോ, പറയാതെ പോയി ചെന്ന് അവിടെ കാണുമ്പോഴാണ് യഥാർത്ഥത്തിൽ അതിന്റെ ചിത്രം മനസ്സിലാവുന്നത്. ട്രസ്റ്റ് ചെയർമാൻ PM അബ്ദുൽ ലത്തീഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കേരള വഖഫ് ബോർഡ് ചെയർമാൻ KS ഹംസ മുഖ്യാതിഥിയായിരുന്നു. ഇത് ഒരു സ്പേസ് ആയിരിക്കും ചെറുതുരുത്തിയുടെ ഈ പരിസര പ്രദേശങ്ങൾക്ക് വരെ. ഈ കേരളം ഒരുപാട് വളർന്നിട്ടുണ്ട്. പലതിലും കേരളം നമ്പർ 1 എന്നൊക്കെ നമ്മൾ അഭിമാനിക്കും. അത് വെറുതെ ഇങ്ങ് വന്നതല്ല. സർക്കാർ ഇതര സംഘടനകളുടെ സജീവ സാന്നിധ്യം കൊണ്ട്, ഇടപെടൽ കൊണ്ട്, ഗവൺമെന്റ് പ്രവർത്തനങ്ങളുടെ മാറ്റുകൂട്ടി, അങ്ങനെയാണ് നമുക്ക് ഒന്നാമതായത്. എന്തൊക്കെ കാര്യത്തിൽ നമ്മൾ ഒന്നാമതായിട്ടുണ്ട്? പലതിലും നമ്മളാണ് ഒന്നാമത്. വ്യവസായത്തിൽ നമ്മൾ ഒന്നാമത്, ജനന നിരക്കിൽ നമ്മൾ ഒന്നാമത്, പ്രജനന നിരക്ക് നമ്മൾ, മരണത്തിന്റെ കാര്യത്തില്, ആയുസിന്റെ നിരക്കിന്റെ കാര്യത്തില് ഒക്കെ നമ്മൾ ഒന്നാമതായി. കേരള അതങ്ങനെ ഒന്ന് ഉണ്ടായത് താനെ ഉണ്ടായതല്ല. കേരളത്തിന്റെ സാംസ്കാരിക മണ്ഡലത്തിലെ ഇത്തരം ഓർഗനൈസേഷനുകളുടെ സാന്നിധ്യം കൊണ്ട്, സഹകരണം കൊണ്ട് മനുഷ്യന്റെ ബോധമണ്ഡലം വളർന്നു. അത് കഴിഞ്ഞ നൂറ്റാണ്ടുകളിലൂടെ ആർജിച്ചെടുത്ത മലയാളിയുടെ അനുഭവ സമ്പത്തിന്റെ മോശക്കുള്ളിൽ ഉരുകി പദം വന്ന ബോധമണ്ഡലമാണ്. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത ഹരി, രക്ഷാധികാരി KK മുരളീധരൻ, പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP അനിൽ, ചെറുതുരുത്തി CI രാജേന്ദ്രൻ നായർ, ഷെയ്ഖ് അബ്ദുൽ ഖാദർ, PV സുഭാഷ് തുടങ്ങിയവർ പ്രമുഖർ പങ്കെടുത്തു. വൈസ് ചെയർമാൻ ഉണ്ണികൃഷ്ണൻ സ്വാഗതവും ജനറൽ സെക്രട്ടറി AR ബാബു നന്ദിയും രേഖപ്പെടുത്തി. CCV ന്യൂസ്, ചെറുതുരുത്തി.